ഒരു നൈജീരിയക്കാരനാണ് അയാൾക്ക് ഈ MDMA നൽകുന്നത്. അത് കിലോ കണക്കിന് MDMA അങ്ങനെ കൊണ്ടുവന്നിട്ട് വളരെ രഹസ്യമായിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു. ഒട്ടും അറിയാതെ പോയിട്ടാണ് കിട്ടിയത്, അല്ലെങ്കിൽ കിട്ടില്ലായിരുന്നു. നമുക്കെല്ലാം സംശയിക്കാം, കാരണം ഇതിൻ്റെ വ്യാപനം കൂടുകയാണല്ലോ. നമസ്കാരം. കേരളത്തിലേക്ക് ലഹരി ഒഴുകുന്നതിനിടയിൽ എന്തായാലും കൊച്ചി സിറ്റി പോലീസ് ഒരു നൈജീരിയക്കാരനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കേരളത്തിലേക്ക് 4.5 കിലോയോളം MDMA ആണ് കഴിഞ്ഞ 6 മാസ കാലയളവിൽ ഇയാൾ കടത്തിയത്. ഇയാളുടെ പേര് ഒക്കാഫോർ SI ഇമ്മാനുവൽ എന്നാണ്. 36 വയസ്സുണ്ട്. ഇയാൾ ജർമ്മൻകാരിയായ ഒരു വിദേശ വനിതയുമായി ബാംഗ്ലൂരിൽ ഒന്നിച്ച് കഴിയുകയാണ്. ഇവിടെ വെച്ചാണ് ഈ MDMA കേരളത്തിലേക്ക് കടത്തുന്നത്. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വഴിയിട്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇയാളെ ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് പിടിച്ചിരിക്കുകയാണ്. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബംഗളൂരുവിലെ ഇയാളുടെ താവളത്തിൽ പോയി ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും അതിസാഹസികമായിട്ടാണ് കൊച്ചി സിറ്റി പോലീസ് ഈ പ്രതിയെ പിടികൂടുന്നത്. വളരെ രഹസ്യമായി അവിടെ എത്തിയതിന് ശേഷം ഇയാളെ കീഴടക്കുകയായിരുന്നു. ഇയാൾ പോലീസിൽ നിന്നും കുതറി ഓടി രക്ഷപ്പെടുവാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഇൻസ്പെക്ടർ തോക്ക് ചൂണ്ടി ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു. പിന്നീടാണ് ഇയാളെ വിലങ്ങണിയിക്കുന്നത്. വിലങ്ങണിയിച്ചതിന് ശേഷം ഇയാളെ അപ്പോൾ തന്നെ കൊച്ചിയിലേക്ക് എത്തിക്കുകയായിരുന്നു. എന്തായാലും അതിസാഹസികമായിട്ട് കൊച്ചി സിറ്റി പോലീസ് കേരളത്തിലേക്ക് MDMA കടത്തുന്ന അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ കൊച്ചി DCP സംസാരിച്ച വാക്കുകൾ നമുക്ക് കേൾക്കാം. ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ നിർദ്ദേശപ്രകാരം നാർക്കോട്ടിക് ഡ്രഗ്സിനെതിരെ ഒരു സ്പെഷ്യൽ ഡ്രൈവ് സ്റ്റേറ്റ് ഒട്ടാകെ നടന്നു വരികയാണ്. അപ്പോൾ അങ്ങനെ ആ ഡ്രൈവ് നടക്കുന്നതിൽ കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിൽ പുറകിലേക്ക് പോയിട്ട് ഇതിൻ്റെ യഥാർത്ഥ വിപണനം നടത്തുന്നവരെ കണ്ടെത്തണമെന്ന് ADGP ലോലോട് അവർ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ അവരുടെ നിർദ്ദേശപ്രകാരം ഇൻഫോ പാർക്ക് PS ഒരു ചെറിയ ക്വാണ്ടിറ്റി MDMA പിടിച്ചു ആദ്യം. അപ്പോൾ പോലീസ് കമ്മീഷണർ അവരുടെ നിർദ്ദേശപ്രകാരം പാലാരിവട്ടം പോലീസ് അതിൻ്റെ പുറകെ പോയി. അപ്പോൾ അതിൽ പുറകെ പോയിട്ട് സോഴ്സ് കണ്ടതിന് ആദ്യം ഹാറൂൺ സുൽത്താൻ എന്നുള്ള ഇടപ്പള്ളിക്കാരനായ ഒരാളെ ATSൻ്റെ സഹായത്തോടെ പിടിച്ചു. അപ്പോൾ അയാളെ പിടിച്ച് ചോദ്യം ചെയ്തതിൽ അയാൾക്ക് ഈ മയക്കുമരുന്ന് കൊടുത്ത അത് കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ സൈഡിലായിട്ട് ഒരു 2 വീലറിൽ 102.04 ഗ്രാം MDMA ആണ് അതിൽ പിടിച്ചത്, ഇൻഫോ പാർക്കിലെ ഇൻഫർമേഷൻ കൂടി. അപ്പോൾ ആ പിടിച്ച ആളെ ചോദ്യം ചെയ്തപ്പോൾ, ഈ ഹാറൂൺ സുൽത്താനെ ചോദ്യം ചെയ്തപ്പോൾ പള്ളുരുത്തിക്കാരനായ അലിൻ എന്നൊരാളാണ് അയാൾക്ക് കാര്യങ്ങൾ കൊടുത്തത്. ഇത് കൊടുത്തത് മനസ്സിലായി. അലിനെ തുടർന്ന് അറസ്റ്റ് ചെയ്തു. ഇത് 7-ാം മാസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 27/2022 ആദ്യം ഈ ഹാറൂൺ സുൽത്താനെ പിടിക്കുന്നത്. അത് തുടർന്ന് അലിനെ പിടിച്ച ശേഷം അലിനെ ചോദ്യം ചെയ്തപ്പോൾ അലിന് ഈ സാധനം കൊടുത്തത് ഫോർട്ട് കൊച്ചിക്കാരനായ നൈജു പീറ്ററാണെന്ന് മനസ്സിലായി. അങ്ങനെ നൈജു പീറ്ററിനെയും പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. നൈജു പീറ്ററിനെ ചോദ്യം ചെയ്തപ്പോൾ അയാളുടെ കൂടെ അലിൻ ടോണി എന്നുള്ള ഫോർട്ട് കൊച്ചിക്കാരൻ വേറെ അലിൻ ടോണി കൂടിയുണ്ട്. അലൻ ടോണി കൂടിയെന്ന് മനസ്സിലായി. അയാളെ അറസ്റ്റ് ചെയ്തു. അലൻ ടോണി അറസ്റ്റ് ചെയ്തിട്ട് ചോദിച്ചപ്പോഴാണ് ബാംഗ്ലൂർ ബേസ്ഡായിട്ട് ഫോർട്ട് കൊച്ചിക്കാരനായ ഒരു വർഗീസ് കേരളത്തിൽ മൊത്തം ഈ MDMA എങ്ങനെ വിതരണം ചെയ്യുന്നുണ്ട്, വിൽപ്പന നടത്തുന്ന മനസ്സിലായത്. അങ്ങനെ പാലാരിവട്ടം CI സനൽകുമാറിൻ്റെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ പോയി വളരെ കഷ്ടപ്പെട്ടാണ് ഈ വർഗീസ് എന്ന ആളെ പിടിക്കുന്നത്. വർഗീസിനെ പിടിച്ച് കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു ഇൻ്റർനാഷണൽ റാമിഫിക്കേഷൻ ഇതിലുണ്ടെന്ന് മനസ്സിലാവുന്നത്. ഒരു നൈജീരിയക്കാരനാണ് അയാൾക്ക് ഈ MDMA നൽകുന്നത്. അത് കിലോ കണക്കിന് MDMA അങ്ങനെ കൊണ്ടുവന്നിട്ട് വിൽപ്പന നടത്തുന്നുള്ള വിവരം കിട്ടി. പാലാരിവട്ടം CIയും അയാളുടെ ടീമും ബാംഗ്ലൂർ പോയി. അപ്പോൾ ഇയാൾ ഈ നൈജീരിയക്കാരൻ അയാളുടെ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെന്താ മാർഗം നോക്കിയിട്ട് പിന്നെ അയാളുടെ മുൻപത്തെ കോൾ ഡീറ്റെയിൽസും പിന്നെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസും എല്ലാം നോക്കി വളരെ സ്ക്രൂപ്ലെസ്ലി സൈബർ സെല്ലിൻ്റെയൊക്കെ സഹായത്തോടുകൂടി, സൈബർ ഡോമിൻ്റെ സഹായത്തോടുകൂടി പരിശോധിച്ചപ്പോഴാണ് ഇയാൾ വളരെ രഹസ്യമായിട്ട് ഒരു ജർമ്മൻ വംശയോട് കൂടിയിട്ട് ഇയാൾ ബാംഗ്ലൂരിൽ ഒളിച്ച് താമസിക്കുന്നത് വിവരം മനസ്സിലായത്. അങ്ങനെ പാലാരിവട്ടം ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ അവിടെ നിന്ന് വളരെ അതിസാഹസികമായിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു.
ഒക്കാഫോർ എസ് ഐ ഇമ്മാനുവൽ തൻ്റെ കൂട്ടാളികൾ എല്ലാവരും തന്നെ പോലീസിൻ്റെ പിടിയിലായതിനെ തുടർന്ന് ഇയാൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന മൊബൈൽ ഫോൺ ഓഫ് ചെയ്തു. പിന്നീട് താമസം മാറ്റി ഭാര്യയോടൊപ്പം ഒളിവിൽ കഴിയുകയായിരുന്നു. അന്വേഷണത്തിൻ്റെ ഭാഗമായി സൈബർ സെല്ലിൻ്റെയും വാട്സാപ്പ് കമ്പനിയുടെയും സഹായത്തോടെയാണ് ബംഗളൂർ KR പുരം എന്ന സ്ഥലത്ത് നിന്നും പാലാരിവട്ടം ഇൻസ്പെക്ടർ സനലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ഇയാളുടെ ഭാര്യയെ കസ്റ്റഡി എടുത്തിട്ടില്ല. കാരണം അവർക്ക് ഇതിൽ എന്തെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്ന് ഇതുവരെയും തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവരെ ഇതിൽ കസ്റ്റഡി എടുത്തിട്ടില്ല. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആഫ്രിക്കൻ മയക്കുമരുന്ന് മാഫിയയുടെ പ്രധാന കണ്ണിയാണ് പ്രതി. കർണാടകയിൽ മയക്കുമരുന്ന് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോൺ കമ്പനിയുടെയും സൈബർ സെൽ ഉദ്യോഗസ്ഥരുടെയും ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഈ പോലീസിനോട് ചെറുത്തുനിൽപ്പ് പ്രകടിപ്പിച്ച പ്രതിയെ അതിസാഹസികമായി അറസ്റ്റ് ചെയ്തത്. എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ അയാളുടെ നേതൃത്വത്തിൽ ഈ പാലാരിവട്ടം CI അതുപോലെ തന്നെ പാലാരിവട്ടം CIയുടെ കൂടെയുള്ള സ്ക്വാഡ് ഇവരെല്ലാം വളരെ കഷ്ടപ്പെട്ട് ഒരു 2 മാസത്തോളമുള്ള 1.5 മാസത്തോളമുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയൊരു ക്യാച്ച് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ശൃംഖലയാണെന്നാണ് മനസ്സിലാവുന്നത്. ഇതിൽ കൂടുതൽ ഇനി കൂടുതൽ അന്വേഷണം ഉണ്ടാവും. വളരെ സാഹസികമായിട്ടാണ്. കാരണം വളരെ രഹസ്യമായിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടീം അവർ വളരെ ഇൻഫർമേഷൻ കളക്ട് വളരെ ഒട്ടും അറിയാതെ പോയിട്ടാണ് കിട്ടിയത്. അല്ലെങ്കിൽ കിട്ടില്ലായിരുന്നു. കൂടുതൽ ക്വസ്റ്റ്യൻ നടന്നു വരികയാണ്. ഇനിയിപ്പോൾ അയാൾ കോടതിയിൽ ഹാജരാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വാങ്ങിക്കും, കസ്റ്റഡി വാങ്ങിച്ചിട്ട് കൂടുതൽ ചോദ്യം ചെയ്താലേ ബാക്കി കാര്യങ്ങൾ വ്യക്തമാവുള്ളൂ. കേരളത്തിൽ നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം ഇപ്പോൾ അങ്ങനെ വന്നിട്ടില്ല. വിൽ പെർസ്യൂ ആൻഡ് ഇൻഫോം യു. നമ്മൾക്കെല്ലാം സംശയിക്കാം. കാരണം ഇതിൻ്റെ വ്യാപനം കൂടുകയാണല്ലോ. അപ്പോൾ അത് യുവാക്കളത് കൂടുതൽ യുവതലമുറ ഉപയോഗിക്കുന്നത് കൂടി വരികയാണ്. അപ്പോൾ അതിനെതിരെ ശക്തമായൊരു നീക്കം ഉണ്ടായേ പറ്റൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാം നോക്കുന്നുണ്ട്. എനിവേ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടുന്നു നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കുറച്ച് കൂടുതൽ ഡ്രഗിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ സ്റ്റേറ്റ് വൈഡ് നടന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സിറ്റി പോലീസും ഇതെല്ലാം ചെയ്ത് ഇതിപ്പോൾ ഒരു 1.5 മാസക്കാലത്തോളം ഉള്ള ഒരു സ്ക്രൂപ്പുലെസ്ലി ഫോളോ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ 6ാമത്തെ തലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി എന്തെങ്കിലും കുറച്ചുകൂടിയുണ്ട്, അത് ഞങ്ങൾ ബാക്കി ചെയ്യുന്നുണ്ട്. 20/7/2022 രാത്രിയിലാണ് കൊച്ചി കലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡിൽ വെച്ച് 102.04 ഗ്രാം MDMA-യുമായി ഹാരൂൺ സുൽത്താൻ എന്നയാളെ ഈ പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ അറസ്റ്റിലേക്ക് നയിക്കുന്നത് ATS ഇയാളെ ഫോളോ ചെയ്യുകയായിരുന്നു. ATSന് കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് നൽകിയ രഹസ്യ വിവരത്തെ തുടർന്നാണ് ATS ഇയാളെ രഹസ്യമായി പിന്തുടർന്നത്. തുടർന്ന് ഇയാളെ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇയാൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിനകത്ത് നിന്നുമാണ് ഈ MDMA കണ്ടെത്തിയത്. തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് അലിൻ ജോസഫ് അതുപോലെ നിജു പീറ്റർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് അലൻ ടോണി എന്നയാളെയും അറസ്റ്റ് ചെയ്തു. ഇതിനകത്ത് ഈ MDMA ഈ നൈജീരിയക്കാരൻ്റെ പക്കൽ നിന്നും കയറ്റി അയച്ചുകൊണ്ടിരുന്ന വർഗീസ് ജോസഫ് ഫെർണാണ്ടസ് എന്ന ഫോർട്ട് കൊച്ചി സ്വദേശിയായ ആളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്നാണ് ഈ നിർണായക വിവരം ലഭിക്കുന്നത്. ഇവിടേക്ക് കേരളത്തിലേക്ക് ഈ ലഹരി കടത്തുന്നത് ഈ ഒക്കാഫോർ SI ഇമ്മാനുവൽ ആണ് എന്നുള്ള വിവരം ലഭിക്കുന്നത്. തുടർന്നാണ് ഈ പോലീസ് ഇവിടെ നിന്നും രഹസ്യമായി ബംഗളൂരിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും കേരളത്തിൽ ഓണം പ്രമാണിച്ച് വലിയ രീതിയിൽ ലഹരി ഒഴുകുവാനുള്ള സാധ്യത മുന്നിൽ കണ്ട് സ്പെഷ്യൽ ഡ്രൈവ് നടത്തുമെന്നാണ് DCP ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കൊച്ചി നഗരത്തിലെ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് പോലീസിൻ്റെ പരിശോധന ശക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ 36 വയസ്സുകാരനായ ഒക്കാഫോർ SI ഇമ്മാനുവലിനെ പോലീസ് റിമാൻഡ് ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആർ പിയൂഷ്, മറുനാടൻ TV, കൊച്ചി.